ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. എൻ്റെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊക്കെ എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾക്കിവിടെ സുഖമാണ്. ഇന്നും എനിക്ക് തേങ്ങാച്ചോറാണ്. ഇന്നലെ സ്കൂളിൽ തേങ്ങാച്ചോറ് കൊണ്ടുപോയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇന്നും തേങ്ങാച്ചോറ് വേണമെന്ന് ചക്കി പറഞ്ഞ്, ഇന്ന് കിച്ചുമോനും പറഞ്ഞ്. അതുകൊണ്ട് 2 പേർക്കും വേണ്ടി ഇന്ന് തേങ്ങാച്ചോറ് വയ്ക്കുവാണ്. ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇഷ്ടം പോലെ തേങ്ങാച്ചോറിൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ചാക്കരി ഇരിപ്പുണ്ട്. പിന്നെ തേങ്ങാച്ചോറ് വയ്ക്കാൻ പാടൊന്നുമില്ലല്ലോ, സാദാ ചോറും കറിയും വെക്കുന്നതിനെക്കാട്ടിലും എളുപ്പമല്ലേ. അങ്ങനെ തേങ്ങയും വലിയ ജീരകവും ചെറിയ ഉള്ളിയും മഞ്ഞപ്പൊടിയും ഇട്ട് അരച്ചെടുത്തു. അരി കഴുകിയിട്ടു. ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, ബേ ലീഫ് എല്ലാം കൂടെ ഇട്ടത് ഇളക്കി ചോറടുപ്പിലേക്ക് വെച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട്. ഇന്നലെ രാത്രി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കറി ഇരിപ്പുണ്ട്. പിന്നെ ചിക്കൻ ഇനി വറുത്തെടുത്താൽ മതി. അതിന് വേണ്ടത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും നാരങ്ങാനീരും എല്ലാം ഒഴിച്ചത് അത് മുളക് പുരട്ടിയെടുക്കുവാണ്. അപ്പോഴേക്കും ചോറിന് പകുതി വേവായേ. അന്നേരത്തേക്ക് ഞാൻ താളിച്ച് ഒഴിക്കുവാണ്. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും കൂടെ ഇട്ടാണ് ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് അത് അടച്ച് വയ്ക്കും. കുറച്ച് സമയം കഴിഞ്ഞ് ഇളക്കി വിടുവുള്ളൂ. അപ്പോഴേ അതിൻ്റെ ആ ഫ്ലേവർ ചോറിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് വരുവുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ വറുക്കാൻ വേണ്ടി ഇത് എണ്ണ ചൂടായപ്പോഴത്തേക്ക് ചിക്കൻ പിറക്കിയിടുവാണ്. ചിക്കനെല്ലാം പിറക്കിയിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. എനിക്കിപ്പം കുറേ പുതിയ ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്. അവരെനിക്ക് മെസ്സേജ് ഇടുകയും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്ത് ഇത്തയുടെ വീഡിയോസൊക്കെ ഡെയിലി കാണാറുണ്ട്. ഒത്തിരി ഇഷ്ടമാണ്. ഇത്തയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് നന്ദി കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നെന്ന് അറിയുന്നതിലല്ലേ അന്നേരമല്ലേ എനിക്ക് വീഡിയോ ഇടാൻ വീണ്ടും വീണ്ടും പ്രചോദനം കിട്ടുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. പേട്ടലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഷാനു സമ്മതല്ലേയും ചോദിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരുന്നത്. ഡെയിലി എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ടല്ലേ നിങ്ങളെന്നെ തിരിച്ചറിയുന്നത്. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമോ കാണുന്നെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ വീഡിയോസ് കാണുന്നവരൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. നിങ്ങൾക്ക് കമൻ്റ് ഇടാൻ മടിയാണെങ്കിൽ നിങ്ങൾ ലൈക്കെങ്കിലും ചെയ്യണേ. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. അതിലും ലൈക്കൊക്കെ ചെയ്യണേ. പിന്നെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്. DM-ൽ എല്ലാവരും കയറിയെന്ന് സബ്ബൊക്കെ ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈരാറ്റുപേട്ടക്കാർക്കായിട്ടുള്ള സമ്മാനം ഉണ്ടല്ലോ. ഈ മാസം 30-ാം തീയതി വരെയുള്ള കമൻറ്റിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. 2 പേർക്ക് തിരഞ്ഞെടുത്ത ചുരിദാർ മെറ്റീരിയലാണ്, സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ് ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പം എല്ലാവരും മറക്കാതെ കമൻ്റ് ഇടണേ. ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാവർക്കുള്ള ഗീവ് അവേ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ അടുത്ത ഗീവ് അവേ എല്ലാവർക്കുമായിട്ടുള്ളതാണ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് അതും സമ്മാനമുണ്ട്. ഞാൻ ഒരുപാട് പാത്രം കൂട്ടിയിടാതെ ഇങ്ങനെ കുറച്ചാകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കഴുകിയെടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് പാത്രം കഴുകുക എന്നുള്ളൊരു വലിയ ജോലി കാണുകയില്ലായേ. ഇടയ്ക്കിടയ്ക്ക് കഴുകുമ്പം ആ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അന്നേരം അങ്ങ് കഴുകി പൊക്കോളുവേ. പിന്നെ ചിക്കനൊക്കെ വെന്തു. അതെല്ലാം എടുത്ത് വെച്ചിട്ട് ചക്കിനെ കുളിപ്പിച്ചൊരുക്കി ചക്കിക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുവാണ്. ചക്കിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. ചക്കി താമസിച്ചാണ് എഴുന്നേക്കുന്നത്. ചക്കിനെ മദ്രസയെ വിട്ടിട്ടില്ലായേ. ചക്കിനെ ഓൺലൈൻ മദ്രസയെ ചേർത്തായിരുന്നു. ആ ഓൺലൈനിൽ ഉസ്താദ് വന്ന് മെസ്സേജ് ഇടും, കയറെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും. അപ്പോൾ ചക്കിക്ക് സമയമില്ല. പിന്നെ ചക്കിക്ക് സമയം കിട്ടുമ്പോൾ ചക്കി തിരിച്ച് ഉസ്താദിന് മെസ്സേജ് ഇടും, ഉസ്താദെ കയറ് ഞാൻ വന്നെന്ന്. എന്തായാലും 2 പേർക്കും ഒരേ സമയത്ത് സമയമില്ലാത്തതുകൊണ്ട് ആ ഓൺലൈൻ ക്ലാസ് അങ്ങനെ തന്നെ കിടക്കുവാണ്. ചക്കിയുടെ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് ഞാൻ ബാഗിൽ വെച്ചു. കിച്ചുമോനിക്കുള്ളത് എടുത്തു വെച്ചു. പിന്നെ സിദ്ധുവിനും ഇന്ന് കൊടുത്തു വിടണം. അവൾക്കുള്ള അപ്പുറത്തെ പിള്ളേരെ കൊണ്ട് കൊടുത്തിട്ട് വന്നതാണ്. പിന്നെ ഞങ്ങളുടെ ചക്കിക്ക് എന്നും ഒരു പെൻസിലും ഒരു റബ്ബറും ഒരു കട്ടർ വെട്ടിയുമാണ്. ചക്കി എന്ത് ചെയ്യുവാന്ന് എനിക്കറിയത്തില്ല. എന്നും സ്കൂളിൽ കൊണ്ടുപോകും. അത് കളഞ്ഞിട്ടാണ് വീട്ടിൽ വരുന്നത്. എല്ലാ കുട്ടികളും ഇങ്ങനെയാണോ എന്തോ. അവിടുത്തെ ആൻറ്റിമാർ പറയുന്നത് എടുത്ത് കാണിക്കും ഇവൻ്റെ അല്ലെന്ന് ഇവൻ പറയുന്ന. ഞാൻ മടുത്ത് ഇവനെക്കൊണ്ട്. കഴിഞ്ഞ ദിവസം കൊടുത്തുവിട്ട പുതിയ ബോക്സ് ഇവൻ പൊട്ടിച്ചുകൊണ്ട് വന്ന്. ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഇപ്പോൾ സ്കൂൾ തുറന്ന് ഈ 15 ദിവസം കൊണ്ട് ഇപ്പോൾ 2 ബോക്സ് അവനിക്ക് കഴിഞ്ഞ്. പിന്നെ ചക്കയുടെ ബസ് വരാൻ സമയമായി. ചക്കിനെ കൊണ്ടുവിടാണ്ടി പോവാണ്. എല്ലാവരും ചോദിക്കും എൻ്റെ വീട് എവിടെയാണ്. ഇതുകൊണ്ട് PMC ഹോസ്പിറ്റലിന് തൊട്ട് പിറകിൽ തന്നെയാണ്. PMC ഹോസ്പിറ്റലാണ് ഈ കാണുന്ന. പുത്തമ്പള്ളിയുടെ മുകളിലേക്കുള്ള റോഡ് കയറി PMCയുടെ പിറകിൽ ആശാൻസ് ഇല്ലേ, അതിൻ്റെ പിറകെ നേരെ കാണുന്ന വീടാണ് എൻ്റെ. ഞാൻ പേട്ടയിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോഴേക്കും ചക്കിയുടെ ബസ് വന്നു. ചക്കിനെ കയറ്റി വിട്ടു. ബസ്സിൽ കയറുന്ന കാണിക്കാത്തത് വേറെയും കുറേ കുട്ടികളുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് ഓർത്താണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.